ഹലോ ചാപ്റ്റർ 10 ഫൺ അറ്റ് ദ ഫെയർ. നിങ്ങളിൽ എത്ര പേർക്ക് ഫെയറിൽ പോവാൻ ഇഷ്ടമാണ്? ഇതുപോലെയുള്ള റൈഡ്സിലൊക്കെ കയറാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? Rupal loves going to the fair. She visits the local fair with her friends. Her mother gave her rupees 50. She spent most of it on her favorite rides. Rupees 50. അതിന്റെ സിമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. How much I spent? റൂപൽ ഫെയറിൽ പോയിട്ട് പല റൈഡ്സിലും കയറി എന്ന് പറഞ്ഞു അല്ലെ? ഓരോ റൈഡിലും എത്ര പൈസ വീതമാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റിലത്തെ മെറി ഗോ റൗണ്ടില് 10 rupees. ഇതാണ് 10 rupees. rupees 10. നെക്സ്റ്റ് ടോയ് ട്രെയിനിൽ എത്ര രൂപയാണ് കൊടുത്തിരിക്കുന്നത്? 20 rupees. So that is rupees 20. നെക്സ്റ്റ് ഇതിലോ ജയന്റ് വീലിലോ ഇവിടെ 10 റുപ്പിയുടെ ഒരു കോയിൻ ആണ് യൂസ് ചെയ്തത്. ഇവിടെ 10 റുപ്പിയുടെ ഒരു നോട്ട് യൂസ് ചെയ്തപ്പോൾ ഇവിടെ 10 റുപ്പിയുടെ കോയിൻ ആണ്. പക്ഷെ കോയിൻ ആയാലും നോട്ട് ആയാലും ഒക്കെ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ പൈസ എന്ന് പറഞ്ഞാൽ 10 റുപ്പീസ് തന്നെയാണ്. ഇവിടെ ഒരു 5 റുപ്പി കോയിനും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 10 പ്ലസ് 5 ഈക്വൽ ടു 15. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പൈസയാണ് rupees 15. ടോട്ടൽ മണി സ്പെൻഡ് ഓൺ റൈഡ്സ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന മണി കിട്ടും. എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുക? 10 plus 20 is 30. 30 plus 15 is 45. 10 plus 20 plus 15. നമുക്ക് 10 plus 20 plus 10 plus 5 എന്ന് മാറ്റി എഴുതാം. 10 plus 20 30, 30 plus 10 40, 40 plus 5 is 45 എന്ന് എഴുതാം. ഇനി നിങ്ങൾ ആഡ് ചെയ്യാൻ പഠിച്ചല്ലോ. എങ്ങനെയാണ്? 10 പിന്നെ അതിന്റെ തൊട്ട് താഴെ 20 അതിന്റെ തൊട്ട് താഴെ 15ഉം എഴുതുക. എന്നിട്ട് ഇതിനെ ആഡ് ചെയ്യണം. റൈറ്റ് സൈഡ് മാത്രം ആഡ് ചെയ്യുക. 0 plus 0 plus 5 is 5. 1 plus 2 is 3. 3 plus 1 is 4. അങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 45 ആണ്. അപ്പൊ ടോട്ടൽ മണി സ്പെൻഡ് ഓൺ ദ റൈഡ്സ് 45. മണി ഗിവൺ ബൈ റൂപ്പൽസ് മദർ. റൂപ്പലിന്റെ മദർ എത്ര രൂപ തന്നു എന്നായിരുന്നു പറഞ്ഞത്? 50 റുപ്പീസ് അല്ലേ? 50 റുപ്പീസ്. മണി സ്പെൻഡ് എത്ര രൂപയാ സ്പെൻഡ് ചെയ്തത്? 45 റുപ്പീസ്. മണി ലെഫ്റ്റ് വിത്ത് റൂബൽ 50 റുപ്പീസ് ഉണ്ടായത് 45 റുപ്പീസും സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ബാക്കി ഉണ്ടാവും അല്ലേ? 50യും മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ 1 രൂപ പോലും ബാക്കി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ 45 റുപ്പീസ് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ബാക്കി എത്രയുണ്ട്? ഇവിടെ ഒരു സിമ്പിൾ കണ്ടോ? മൈനസ് സിമ്പിൾ. അപ്പൊ ലെഫ്റ്റ് ഓവർ കണ്ടുപിടിക്കണമെങ്കിൽ ഇനീഷ്യലി ഉണ്ടായതിൽ നിന്ന് എത്ര സ്പെൻഡ് ചെയ്തു അത് മൈനസ് ചെയ്താൽ മതി. നമ്മൾ മുമ്പേ മൈനസ് ചെയ്തതാണല്ലോ. എങ്ങനെയാ മൈനസ് ചെയ്യാ? 50 മൈനസ് 45. ഇവിടെ 0യിൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് ഒന്നിനെ ഇങ്ങോട്ട് എടുക്കാം. 0 മാറ്റി അവിടെ 10 എഴുതാം. 5ൽ നിന്ന് അങ്ങോട്ട് പോയതുകൊണ്ട് this is 4. അപ്പൊ 10 minus 5 is 5. 4 minus 4 is 0. So ബാക്കി എത്രയുണ്ട്? 5. മണി ലെഫ്റ്റ് rupees 5. A friend of Rupal has rupees 8 left out of rupees 50. She wanted to know how much money she spent. Let us see her way of finding it. റൂപ്പലിന്റെ ഫ്രണ്ടിനു 50 റുപ്പീസ് അവളുടെ മദർ കൊടുത്തിരുന്നു. അവളുടെ കയ്യിൽ ഇപ്പോ 8 റുപ്പീസ് ആണ് ബാക്കി. റൂപ്പലിന്റെ കയ്യിൽ എത്രയായിരുന്നു? 5 റുപ്പീസ്. അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോ റൂപ്പലിന്റെ ഫ്രണ്ട് എന്തിനൊക്കെ എങ്ങനെയൊക്കെയാണ് ചെലവാക്കിയിരിക്കുന്നത്? കയ്യിലിപ്പോ 8 റുപ്പീസ് ബാക്കിയുണ്ട്. 8 റുപ്പീസ് is left with me and I have spent rupees 20 on rides. അപ്പോ 8 റുപ്പീസ് ഇപ്പൊ ബാക്കിയുണ്ട്. 20 റുപ്പീസ് റൈഡിന് സ്പെൻഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്രയായി? 8 plus 20 is 28. ഇനി I have spent 20 rupees on snacks. ഈ പൈസയുടെ കൂടെ 20 റുപ്പീസ് സ്നാക്സിന് വേണ്ടി ആഡ് ചെയ്ത പൈസയും കൂടി ചേർക്കുമ്പോൾ 48 ആവും. ഇപ്പോഴും 50 ആയിട്ടില്ല അല്ലെ? കുറച്ച് പൈസയും കൂടി വേണം 50 ആവാൻ. അതെവിടെയാ സ്പെൻഡ് ചെയ്തത്? I spent 2 rupees more on candies, which is
50. So see, ആ 48ന്റെ കൂടെ 2 rupees candiesനും കൂടി ആഡ് ചെയ്തപ്പോ 50 ആയി. ഇപ്പോ ടോട്ടൽ എത്രയാണ് സ്പെൻഡ് ചെയ്തിരുന്നത്? ആദ്യം ഉണ്ടായിരുന്നത് 50 rupees ആണ്. ഇപ്പൊ ബാക്കിയുള്ളത് 8 rupees ആണ്. സ്പെൻഡ് ചെയ്ത മണിയാണ് ഇത്. 20 rupees പ്ലസ് 20 rupees പ്ലസ് 2 rupees. എങ്ങനെ ആഡ് ചെയ്യാം? 20 പ്ലസ് 20 and 2 ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. അത് മാറിപ്പോവാൻ പാടില്ല. 0 plus 0 plus 2, 2. 2 plus 2 is 4. 42 rupees ആണ് സ്പെൻഡ് ചെയ്തത്. If you had 3 rupees left when your father gave you 40 for the fare, how many rupees did you spend? Find out. ഒന്നിൽ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് അവിടെ എത്ര രൂപ ഓരോന്നിനും ചെലവഴിച്ചു എന്ന് അറിയില്ല അല്ലേ? അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇനീഷ്യലി നമ്മുടെ കയ്യില് 40 rupees ഉണ്ടായിരുന്നു. ഇപ്പൊ ബാക്കി എത്രയാണ്? 3 rupees ആണ്. അപ്പൊ ഇതിൽ നിന്നും ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്തപ്പോഴാണ് നമ്മുടെ കയ്യില് 3 rupees ബാക്കിയുള്ളത്. ഈ ഒരു പൈസയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനെ 40 മൈനസ് 3 എന്ന് എഴുതാം. 40 മൈനസ് 3 ആണ് ആ ഹിഡൻ നമ്പർ. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം? 40 മൈനസ് ഇവിടെ 3 എഴുതണം കേട്ടോ. 3 0ൽ നിന്ന് 3 പോവില്ല. എന്താ ചെയ്യാ? ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ 10 ആക്കണം. ഇവിടുന്ന് 1 പോയപ്പോ ഇത് 3 ആയി മാറി അല്ലേ? 10 minus 3 is 7. 3 minus 0, 3. So the answer is 37. എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്തത്? 37. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 37 സ്പെൻഡ് ചെയ്തു. പിന്നെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? 3 അല്ലേ? 37, 38, 39 and 40. 40 ആണ് കിട്ടുന്നത്. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. How much money will be needed to buy? ഓരോ റൈഡിന്റെയും പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ടിക്കറ്റിന് വീതം എത്ര രൂപയാണെന്നും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ടോയ് ട്രെയിനിൽ ഒരാൾ കയറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് 20 rupees കൊടുക്കണം. ഇവിടെ മെരിഗോ റൗണ്ടിലും ഒരു ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി നമുക്ക് 10 rupees കൊടുക്കണം. ഈ ജയന്റ് വീലിലാണെങ്കിൽ ഒരു ടിക്കറ്റിന് 15 rupees കൊടുക്കണം. ഓരോരുത്തരും എത്ര നമ്പർ ഓഫ് ടിക്കറ്റ്സ് ആണ് വാങ്ങിക്കുന്നത്? ആദ്യത്തെ കേസിൽ ടോയ് ട്രെയിനിൽ 2 number of tickets വാങ്ങിച്ചു. അപ്പൊ എത്ര രൂപ ചെലവാകും? 2 എന്ന് പറയുമ്പോൾ ആദ്യം ഒരു 20 പ്ലസ് അടുത്തതിനും 20 അല്ലേ? 20 plus 20 is equal to 40. അല്ലെങ്കിൽ ആഡ് ചെയ്ത് നോക്കിയാലും മതി. 20 20 ഇങ്ങനെ എഴുതുക. 0 plus 0 0, 2 plus 2 4. So 40 rupees ആണ് ടോട്ടൽ. ഇവിടെ ഡാഷ് നമുക്ക് എത്ര നമ്പർ ഓഫ് ടിക്കറ്റ്സ് എന്ന് അറിയില്ല. ടോട്ടൽ എത്ര പൈസ സ്പെൻഡ് ആയി എന്ന് തന്നിട്ടുണ്ട്. 10 rupeesന്റെ എത്ര ടിക്കറ്റ്സ് വാങ്ങിച്ചപ്പോഴാണ് 30 ആയത്? നോക്കാം. 10 plus 10 എത്രയാണ്? 20 plus 10 30. അപ്പൊ 1 2 3 3 ടിക്കറ്റ് ആണ് വാങ്ങിയിരിക്കുന്നത്. 3. ഇവിടെ 15 rupeesന്റെ 2 tickets. അപ്പൊ എങ്ങനെ എഴുതാം? 15 പ്ലസ് 15. 2 ടിക്കറ്റ് ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം. 3 ടിക്കറ്റ് ആയിരുന്നെങ്കിൽ 3 പ്രാവശ്യം എഴുതി ആഡ് ചെയ്തണായിരുന്നു. 5 plus 5 is 10. 10ന്റെ 0 ഇവിടെ എഴുതുക. ഒരു 1 ബാക്കിയുള്ളത് ഇവിടെ. 1 plus 1 2 plus 1 3. 30 rupees 30. We saw different notes and coin used by Rupal and her friends. Let us look at the other commonly used Indian currency. എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞത്? നമുക്കറിയാം പല രാജ്യങ്ങളും പല കറൻസികളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻ റുപ്പി. ആദ്യം കാണുന്ന ഈ വയലറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ കളറിൽ കാണുന്ന ഈ നോട്ട് 100 റുപ്പിയാണ്. ഇതിന്റെ വാല്യൂ ആണ് 100 rupees. നെക്സ്റ്റ് ഓറഞ്ച് കളറിൽ കാണുന്ന ഈ നോട്ട് 200 rupees. താഴെ ഗ്രീൻ കളറിൽ കാണുന്ന 500 rupees. Count the number of times 500 is written on a 500 rupees note. നിങ്ങളുടെ വീട്ടിൽ ഒരു 500 rupees നോട്ട് ഉണ്ടെങ്കിൽ എടുത്തു നോക്കാം. അല്ലെങ്കിൽ ഈ ബുക്കിൽ നോക്കിയാലും മതി.
എത്ര ടൈംസ് 500 എന്ന് ഇതിൽ ടോട്ടലായിട്ട് എഴുതിയിട്ടുണ്ട്? 500 rupees is written in words. ആദ്യമായിട്ട് വേർഡ്സിൽ എത്ര തവണ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ? ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് പല ലാംഗ്വേജിലും 500 rupees എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇത് ടോട്ടൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 15 15 ലാംഗ്വേജിൽ അല്ലെങ്കിൽ 15 ലാംഗ്വേജിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി വേറെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്? ഇവിടെ 500 rupees, 15 plus 1 16, പിന്നെ ഇവിടെ 500 rupees, 16 plus 1 17, 17 ടൈംസ് വേർഡിൽ ഒരു സൈഡിൽ മാത്രം എഴുതിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി നോക്കിയാലോ? 500 rupees. ഇവിടെ ഈ എഴുതിയിരിക്കുന്നതിൽ ഗവർണറിന്റെ സൈനിന്റെ തൊട്ട് മുകളില് ഹിന്ദിയിലും ഇവിടെ 500 rupees, ഇംഗ്ലീഷില് 500 rupees എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വീട്ടിലൊരു നോട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാം. ഓക്കെ, അപ്പൊ മറ്റേ സൈഡിൽ 17, ഇവിടെ 18, 19 and 20. വേർഡ്സിൽ ടോട്ടൽ 20 ടൈംസ് ആണ് എഴുതിയിരിക്കുന്നത്. 20 ടൈംസ്. ഇനി 500 is written in number dash time. ഇനി എത്ര പ്രാവശ്യം അത് നമ്പറിൽ എഴുതിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണ്ടേ? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ബാക്ക് സൈഡ് നോക്കാം. 1 2, ഇത് ഹിന്ദിയിൽ 500 എന്ന് എഴുതിയിരിക്കുകയാണ്. 3 4, ഇവിടെ ഒരു 500 ഉണ്ട്. 5 1 2 3 4 5. ബാക്ക് സൈഡിൽ 5 ടൈംസ് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലോ 1 2 3 4 5. ഫ്രണ്ടിലും ബാക്കിലും 5 ടൈംസ് വീതം എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എണ്ണുന്ന സമയത്ത് ചിലപ്പോൾ 1 2 ഒക്കെ മിസ്സായി പോയിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാതെ ചരിച്ചു വെച്ചാലൊക്കെ കാണാൻ പറ്റുന്നതുണ്ട്. അതൊന്നും നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സൈഡിലും നമുക്ക് 5 കിട്ടി. അപ്പൊ 5 plus 5 is 10 ടൈംസ്. ടോട്ടൽ 20 ടൈംസ് വേർഡ്സിലും 10 ടൈംസ് നമ്പറിലും എഴുതിയിരിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ 500 rupeesന്റെ ഒറിജിനൽ നോട്ട് എടുത്ത് നോക്കി മാക്സിമം നമ്പർ ഓഫ് 500 വേർഡിലായാലും നമ്പറിലായാലും കണ്ടുപിടിക്കണം. ഇതിനേക്കാളും കൂടുതൽ നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ദയവ് ചെയ്ത് അത് കമന്റ് ആയിട്ട് ഇടണം. The picture of which monument is printed on the note of 500 rupees? Have you seen this monument? ഈ നോട്ടിൽ ഒരു മോണ്യുമെന്റിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് മോണ്യുമെന്റ് ആണ്? ഇതിന്റെ പേരാണ് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട്, റെഡ് കളർ ആണല്ലേ, റെഡ് ഫോർട്ട് ആണ്. നിങ്ങൾ എത്ര പേര് റെഡ് ഫോർട്ട് കണ്ടിട്ടുണ്ട്? ഹാവ് യു സീൻ ദിസ് മോണ്യുമെന്റ്? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. Tejal's grandmother showed her some old coins that she had not seen before. Let us have a look at these coins also. തേജലിന്റെ ഗ്രാൻഡ് മദർ മുമ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് ഓൾഡ് കോയിൻസ് തേജലിന് കാണിച്ചു കൊടുത്തു. ഇതിൽ എത്ര കോയിൻസ് നിങ്ങളിൽ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്? ഫസ്റ്റ് വൺ 25 പൈസ. ഓരോ കോയിന്റെയും പ്രത്യേകത അതിന്റെ ഏത് വർഷമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. 1974, 1985, 1984, 1987 അങ്ങനെ പണ്ട് ഉണ്ടായിരുന്ന കോയിൻസ് ആണ് ഇതൊക്കെ. 25 പൈസ, 50 പൈസ, 10 പൈസ and 20 പൈസ. Her grandmother used to pay 2 coins of 50 paise for 1 rupee. അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ പൈസകൾ ഉള്ളപ്പോ 1 rupee പേ ചെയ്യണമെങ്കിൽ 2 50 പൈസയുടെ കോയിൻ ആണ് അവര് പേ ചെയ്തിരുന്നത്. അപ്പൊ 50 പൈസ പ്ലസ് 50 പൈസ ഈക്വൽ ടു 100 പൈസ വിച്ച് ഈസ് ഈക്വൽ ടു 1 rupee. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 1 rupee എന്ന് പറഞ്ഞാൽ 1 rupee ഈക്വൽ ടു 100 പൈസ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടത് നോക്കാം.
How many 25 paise will make 1 rupee? Draw the coin in the box below. എത്ര 25 പൈസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 1 റുപ്പി ആവുന്നത്? 25 പ്ലസ് 25 എത്രയായി? 50 പൈസേ. നമുക്കറിയാം 50 പ്ലസ് 50 ആണ് 100. അപ്പൊ നമുക്ക് ഒരു 50 കൂടി വേണം അല്ലേ? അപ്പൊ 25 അഗെയിൻ 25 പ്ലസ് 25 ആണ് 50. ഇപ്പൊ ടോട്ടൽ നമ്മൾ എത്ര 25 ഉപയോഗിച്ചു? 1 2 3 4. 25 റുപ്പീസിന്റെ 4 കോയിൻസ് ചേർന്നാൽ 100 പൈസയാകും, വിച്ച് ഇസ് നത്തിങ് ബട്ട് 1 റുപ്പി. അപ്പൊ എത്രയാണ് വേണ്ടത്? 4 25 പൈസ. How many 20 പൈസ will make 1? ഇനി നമുക്ക് ആഡ് ചെയ്ത് പോവാം. ഒരു 20 പ്ലസ് ഒരു 20 കൂടി ആഡ് ചെയ്യാം. 0 പ്ലസ് 0 0, 2 പ്ലസ് 2 4. ഓക്കെ, ഇനി ഇതിനോട് ഒരു 20 കൂടി ആഡ് ചെയ്യാലോ. അപ്പൊ എത്ര കിട്ടും? 60. ഇനി ഇതിനോട് ഒരു 20 കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 80 കിട്ടും. ഇതിനോട് ഒരു 20 കൂടി ആഡ് ചെയ്യാം, നമുക്ക് 100 കിട്ടും. 100 പൈസയാണ് 1 രൂപ അല്ലെ? എത്ര 20 നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു? 1 2, ഇവിടെ ഒന്ന് 3 4 and 5. 5 20 പൈസസ് ആഡ് ചെയ്തപ്പോഴാണ് 100 പൈസ കിട്ടിയത്, അതായത് 1 റുപ്പി. അപ്പൊ 5 20 പൈസ will make 1 rupee. Matru comes across a pop the balloon game. He will get 3 chances for ₹10. Let us see how much money Matru wins. എന്താണ് ഈ പോപ്പ് ദ ബലൂൺ? ഇവിടെ സൈഡിൽ ഓരോ ബലൂണിന്റെയും പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബലൂൺ പൊട്ടിച്ചാൽ നമുക്ക് അത്രയും പൈസ കിട്ടും. അപ്പൊ മാട്രു 10 റുപ്പീസ് കൊടുത്താൽ മാട്രുവിന് 3 ചാൻസസ് ആണ് കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how much money will Matru get if he popped the following balloons? നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റെഡ് ബലൂൺ 2 rupees. Pink balloon 1 rupees. അപ്പൊ ടോട്ടൽ 2 plus 1 is 3. കറക്റ്റ് ആണ്. ഇനി റെഡ് ബലൂൺ 2 rupees, ഗ്രീൻ ബലൂൺ 20 rupees and റെഡ് ബലൂൺ അഗെയിൻ 2 rupees. എങ്ങനെ ആഡ് ചെയ്യാം? 20 plus 2 plus 2 4 2 24 rupees 24. നെക്സ്റ്റ് ബ്ലൂ ബലൂണിന് എത്ര രൂപയാണ്? ബ്ലൂ ബലൂണിന് 5 rupees ആണ്. 5 5. പിങ്ക് ബലൂണിന് 1 rupee ആണ്. 5 plus 5 is 10. 10 plus 1 is 11 rupees. 11. ഗ്രീൻ ബലൂണിന് 20 rupee ആണ്. യെല്ലോ ബലൂണിന് 10 rupee ആണ്. 20 plus 10 rupees 30. നിങ്ങൾ വിചാരിക്കും ഇവിടെ ചില സ്ഥലത്തൊക്കെ 2 ബലൂണേ എഴുതിയിട്ടുള്ളൂ എന്ന്. ചിലപ്പോൾ അത് മിസ്സായി പോയതായിരിക്കും, പോപ്പ് ആയിട്ടുണ്ടാവില്ല. 3 ചാൻസ് കിട്ടി, 2 ബലൂണ് പൊട്ടി, 1 പൊട്ടിയിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, draw and color the balloons which he has to pop if he wants to get the following amount. മാട്രുവിന് 17 rupees കിട്ടിയെന്ന് കരുതുക. ഇതിൽ ഏതൊക്കെ ബലൂണ് പൊട്ടിച്ചാലാണ് 17 rupees ടോട്ടൽ കിട്ടുക? പല പല കോമ്പിനേഷനിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിവിടെ ഓരോ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാം. ഫസ്റ്റ് യെല്ലോ, ബ്ലൂ ആൻഡ് റെഡ്. യെല്ലോന് 10 rupees ആണ്, ബ്ലൂന് 5 rupees ആണ്, റെഡിന് 2 rupees ആണ്. 10 plus 5 is 15. 15 plus 2 is 17. അപ്പൊ ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് 22 rupees കിട്ടണമെങ്കിലോ? 22 rupees കിട്ടണമെങ്കിൽ 10 rupeesന്റെ ഒരു യെല്ലോ, 10 rupeesന്റെ ഒരു യെല്ലോ കൂടി. 10 plus 10 is 20. നമുക്ക് വേണ്ടത് 22 ആണല്ലേ. ഇനി ഒരു 2 rupees കൂടി. അതിനുവേണ്ടി നമ്മളൊരു റെഡ് ആണ് ആഡ് ചെയ്യുന്നത്. 10 plus 10 plus 2 is 22. നെക്സ്റ്റ് 31. ഇതിനേക്കാളും കൂടുതൽ കിട്ടണം. കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയ നമ്പർ ആഡ് ചെയ്യണം. ഇവിടെ ഏതാണ് വലിയ നമ്പർ? ഗ്രീൻ ആണ്. അപ്പൊ നമുക്ക് ഒരു ഗ്രീൻ ആഡ് ചെയ്യാം, 20. അതിന്റെ കൂടെ ഒരു യെല്ലോ ആഡ് ചെയ്യാം, 10. 20 plus 10 is 30. ഇനി ഒരു 1 കൂടി വേണം. 30 plus 1 ആണ് 31. അതിനു വേണ്ടി നമ്മളൊരു പിങ്ക് ആഡ് ചെയ്തിരിക്കുകയാണ്, 1.
20 plus 10, 30. 30 plus 1 is 31. Which three differently colored balloon would you target to make the highest amount of money? Draw and color them. ഹയസ്റ്റ് എമൗണ്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ പ്രൈസ് ഉള്ള ബലൂൺ തന്നെ പൊട്ടിച്ചാലാണ് കൂടുതൽ പൈസ കിട്ടുക. അപ്പോൾ 3 ചാൻസ് ഉണ്ട്. ഓരോന്നും ഓരോ കളറുള്ള ബലൂൺ ആവണം, എല്ലാം ഒരേ കളറുള്ള ബലൂൺ ആവാൻ പാടില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ എവിടെയാണ് കിട്ടുക? നമുക്ക് ഏറ്റവും ആദ്യം 20, 10, 5 വലിയ വലിയ നമ്പർ തന്നെ എടുക്കാം. നോക്കിയേ, 20, 10 and 5. 20 plus 10 is 30. 30 plus 5 is 35 rupees. Next question. If Matru had 4 chances, ഇപ്പൊ നമ്മൾ 3 chances ആയിരുന്നു കൊടുത്തത്, ഇനി 4 chances ഉണ്ടായിരുന്നെങ്കിൽ by popping which differently colored balloons can he make the most money? ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലുള്ള 3 എണ്ണമാണ് നേരത്തെ എടുത്തത്. ഇപ്പൊ 4 ചാൻസ് ഉണ്ട്, അപ്പൊ ഏറ്റവും കൂടുതലുള്ള 4 എണ്ണം എടുക്കുക. സോ 20 plus 10 plus 5 plus 2 എത്രയായി? 20 plus 10, 30. 30 plus 5, 35. 36 and 37. 37. Let us look at how rupees 66 can be paid in different ways. ഒരേ നമ്പർ പല കോമ്പിനേഷനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ഇവിടെ അതുപോലെ 66 റുപ്പീസിനെ പല രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഓരോ വേയും ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, 20 plus 20 plus 20 plus 5 rupees and 1 rupee. ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുക? 5 plus 1, 6. 2 plus 2, 4 plus 2, 6. 66. ഇതേപോലെ ഇവിടെ നമ്മൾ 20 റുപ്പീസ് നോട്ടാണ് എടുത്തത്. ഇവിടെ 20 റുപ്പീസിന്റെ കോയിൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം കാൽക്കുലേഷൻ ആണ്. 20 plus 20 plus 20, 60. 60 plus 5, 65. 65 plus 1, 66. അപ്പൊ ഇവിടെയും ടോട്ടൽ ആഡ് ചെയ്ത 66 കിട്ടും. ഇത് രണ്ടും ഏകദേശം സിമിലർ ആണ്. പക്ഷെ ഇവിടെ നോട്ട് ഉപയോഗിച്ചപ്പോൾ ഇവിടെ കോയിൻ ആണ് ഉപയോഗിച്ചത്. ഇനി ഇവിടെ ഗ്രീൻ കളറുള്ള നോട്ടാണ് 50. 50 plus 10 is 60. 60 plus 5, 65. 65 plus 1 is 66. ഇവിടെ 10, 10, 10, 10. 4 10 റുപ്പീസ് നോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് 40 റുപ്പീസ് ആകും. 40 റുപ്പീസ് പ്ലസ് ഒരു 20 റുപ്പീസ് നോട്ട് 60 റുപ്പീസ് ആകും. പിന്നെ 5 and 1, 66 റുപ്പീസ് അഗെയിൻ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നും നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് നോക്കണം. എല്ലാം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 66 ആണ് കിട്ടുന്നത്. അപ്പൊ പല രീതിയിൽ ഈ നോട്ട്സ് കൊടുത്തിരിക്കുകയാണ്. Make different combinations to make the given amount. ഇവിടെ 54 എന്നൊരു amount തന്നിട്ടുണ്ട്. ഇത് പല കോമ്പിനേഷനിലാക്കിയിട്ട് 54 ആക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. 2 റുപ്പീസിന്റെ 2 ടൈംസ് കൊടുത്തിട്ടുണ്ട്. 2 റുപ്പീസിന്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 plus 2, that is 4. ഇനി ഇവിടെയോ 10 റുപ്പീസ് 3 ടൈംസ്, that means 10 plus 10 plus 10, which is equal to 30. ഇനി 20 റുപ്പീസിന്റെ ഒരു നോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 20 റുപ്പീസ്. അപ്പൊ ടോട്ടൽ എത്രയായി? 20 plus 30 is 50. 50 plus 4 is 54. ഇനി വേറെ ഏതൊക്കെ കോമ്പിനേഷൻസ് ഉപയോഗിക്കാം? നമുക്ക് ആദ്യം തന്നെ ഒരു 50 റുപ്പീസ് നോട്ട് എടുക്കാം. 50 കഴിഞ്ഞാൽ ഇനി 4 ആണ് വേണ്ടത് അല്ലേ? എങ്ങനെ 4 ഉണ്ടാക്കാം? നമുക്ക് 2 2 റുപ്പീസ് എടുക്കാം. ഒരു 50യും 2 2 റുപ്പീസും. അപ്പൊ 54 ആവും. ഇനി 50 ഒന്ന് എടുത്തിട്ട് ഒരു 2 റുപ്പീസ് നോട്ടും 2 1 റുപ്പി നോട്ട് ഉപയോഗിച്ചാലോ? അഗെയിൻ നമുക്ക് കിട്ടുക 50 plus 2 plus 2 എന്നാണ്. അതായത് 54. ഇനി വേറെ ഏതൊക്കെ കോമ്പിനേഷൻസ് കൊടുക്കാൻ പറ്റും? നമുക്ക് 20 plus 20 is 40 റുപ്പീസ് ആണ്. അപ്പൊ 2 20 റുപ്പീസ് നോട്ട് എടുക്കാം. 1 10 റുപ്പീസ് നോട്ട് എടുക്കാം.
220 rupees എന്ന് പറഞ്ഞാൽ 20 plus 20 which is equal to 40. ഇനി 110 rupees നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 which is equal to 10. ഇപ്പൊ തന്നെ 40 plus 10 50 ആയി. ഇനി 4 വേണം. 4 നമുക്ക് എങ്ങനെ വേണേലും ഉണ്ടാക്കാം. 2 rupees നോട്ട് എടുത്തു കഴിഞ്ഞാൽ 4 ആയി. അപ്പൊ 2 plus 2 equal to 4. കണ്ടില്ലേ? ഇത്രയും കോമ്പിനേഷൻസ് അല്ല, ഇനിയും കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലത്ത് ഇങ്ങനത്തെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ 85 ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. എങ്ങനെ 85 ഉണ്ടാക്കാൻ പറ്റും? 85 റുപ്പീസിനും കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്ക് ഒരു 50 റുപ്പീസ് നോട്ട്, ഒരു 20 റുപ്പീസ് നോട്ട്, ഒരു 10 റുപ്പീസ് നോട്ട് എടുക്കാം. ഇപ്പൊ എത്രയായി? 50 plus 20 plus 10. 50 plus 20 70. 70 plus 10 is 80 ആയല്ലേ? ഇനി ഒരു 5 റുപ്പീസും കൂടിയാണ് വേണ്ടത്. സോ ഒരു 1 ഇവിടെ കൊടുക്കുക. സോ പ്ലസ് 5 is 85. ഇനി അടുത്ത കോമ്പിനേഷൻ നമുക്ക് എന്ത് കൊടുക്കാം? 3 5 റുപ്പീസ് നോട്ട് എടുക്കാം. 10 റുപ്പീസ് എടുക്കണ്ട. ഒരു 20, ഒരു 50 എടുക്കാം. 50 plus 20 പിന്നെ 3 times 5 അത് 15 ആണ്. 50 plus 20 plus 15 equal to 85. ഇനി വേറൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാം. ഒരു 50 നോട്ട് എടുക്കാം. ഇനി നമുക്ക് 10 റുപ്പീസ് നോട്ട് എടുത്താലോ? അപ്പോ 50 plus 30. 50 plus 30 is 80. അപ്പൊ ഈ നോട്ട് എടുക്കണ്ട. ഇനി ഒരു 5ഉം കൂടിയാണ് വേണ്ടത്. ഇവിടെ എടുക്കാം. സോ 50 plus 30 plus 5 is equal to 85. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കോമ്പിനേഷൻ എഴുതി വെക്കാം. അത് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, നമുക്ക് 4 10 റുപ്പീസ് നോട്ട് എടുക്കാം, 2 20 റുപ്പീസ് നോട്ട് എടുക്കാം ആൻഡ് ഒരു 5 റുപ്പീസ് നോട്ട് എടുക്കാം. 220 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 4 10 എന്ന് പറഞ്ഞാൽ അഗെയിൻ 40 പ്ലസ് ഒരു 5 എന്ന് പറഞ്ഞാൽ 5. ഇത് ആഡ് ചെയ്ത് നോക്കി 85 കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്തൊരു കോമ്പിനേഷൻ, ഒരു 50 റുപ്പീസ് നോട്ട് എടുക്കാം, ഒരു 20 റുപ്പീസ് നോട്ട് എടുക്കാം, ഒരു 10 റുപ്പീസ് നോട്ട് എടുക്കാം. ഇനി 5 റുപ്പീസ് എടുക്കാതെ അതിന് പകരം 2 റുപ്പീസും ഒരു 1 റുപ്പിയും എടുത്ത് നോക്കാം. 50 plus 20 plus 10 plus 4 plus 1. ഇതും ആഡ് ചെയ്തിട്ട് 85 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് us buy. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പല ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ അതിന്റെ നമ്പർ ടാഗും ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാ പർച്ചേസ് ചെയ്യുക? എല്ലാ സാധനവും എടുത്തിട്ട് ഓരോന്നിനും എത്ര വിലയായി അതാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് അവിടെ പേ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യത്തെ പർച്ചേസ് നോക്കാം. 15 റുപ്പീസിന്റെ ഒരു ബുക്കും 28 റുപ്പീസിന്റെ കേർഡുമാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ടോട്ടൽ 15 പ്ലസ് 28. എല്ലാവർക്കും ഇപ്പൊ ആഡ് ചെയ്യാൻ അറിയാം അല്ലെ? എങ്ങനെയാ ആഡ് ചെയ്യാ? 5 plus 8 എന്ന് പറഞ്ഞാൽ 13. അതിന്റെ 3 മാത്രം ഇവിടെ എഴുതുക, 1 ഇവിടെ മേലെ എഴുതുക. 1 plus 1 2, 2 plus 2 4. 43 റുപ്പീസ് ആണ് ആവശ്യമായിട്ടുള്ളത്. സോ 43. കയ്യില് എത്ര പൈസ ഉണ്ട്? 10 റുപ്പീസിന്റെ ഒരു കോയിൻ ഉണ്ട്, 20 റുപ്പീസിന്റെ ഒരു നോട്ട് ഉണ്ട്. അപ്പൊ ടോട്ടൽ 10 plus 20 that is 30 റുപ്പീസേ കയ്യിലുള്ളൂ. 43 റുപ്പീസിന്റെ സാധനം വാങ്ങിക്കണം, 30 റുപ്പീസേ കയ്യിലുള്ളൂ. അപ്പൊ എത്ര കൂടെ വേണം? എങ്ങനെയാ മനസ്സിലാവുക? നമുക്ക് 43 ആണ് ടോട്ടൽ വേണ്ടത്. നമ്മുടെ കയ്യിൽ 30 ഉള്ളൂ. അപ്പൊ മൈനസ് ആണ് ചെയ്യേണ്ടത്. 43 minus 30. 3 minus 0 is 3. 4 minus 3 is 1. 13 rupees കൂടെ വേണം. 13 rupees more വേണം. നെക്സ്റ്റ് ഐറ്റംസ്. 30 റുപ്പീസിന്റെ ഓറഞ്ചസ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ 10 റുപ്പീസിന്റെ കോഫിയും വാങ്ങിച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര രൂപ വേണം? 30 plus 10 is 40. മണി യു ഹാവ്. കയ്യിലുള്ള പൈസ എത്രയാണ്? 50 റുപ്പീസിന്റെ ഒരു നോട്ടും 5 റുപ്പീസിന്റെ കോയിനും. അതായത് 50 plus 5 equal to 55.
ഇവിടെ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടല്ലേ, നമുക്ക് കുറച്ച് പൈസക്ക് സാധനം വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ സാധനം വാങ്ങിച്ചാലും കുറച്ച് പൈസ ബാക്കി ഉണ്ടാകും. അത് എത്രയാണ്? എങ്ങനെയാ കണ്ടുപിടിക്കുക? 55 മൈനസ് 40. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 5 മൈനസ് 0 is 5. 5 minus 4 is 1. 15. 15 rupees ലെഫ്റ്റ് ഉണ്ടാകും. നെക്സ്റ്റ്, ഇപ്രാവശ്യം എന്തൊക്കെ ഐറ്റംസ് ആണ് വാങ്ങിച്ചത്? 20 റുപ്പീസിന്റെ ഒരു ക്രയോൺ, 20 റുപ്പീസിന്റെ ഒരു ബോൾ ആൻഡ് 55 റുപ്പീസിന്റെ ഒരു ജ്യൂസോ എന്തെങ്കിലും ബോട്ടിലും. സോ എത്ര രൂപയായി? 0 plus 0 plus 5 is 5. 2 plus 2 is 4. 4 plus 5 is 95. ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ 95 റുപ്പീസ് വേണം. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 10 റുപ്പിയുടെ 2 കോയിൻ ഉണ്ട്, 20 റുപ്പീസിന്റെ ഒരു നോട്ടും കൂടി ഉണ്ട്. സോ ടോട്ടൽ 40 റുപ്പീസ് ആണ് ഉള്ളൂ. ഇത്രയും പൈസ വേണം. നമ്മുടെ കയ്യിൽ ആകെ 40 റുപ്പീസേ ഉള്ളൂ അല്ലേ? ബാക്കി എത്രയാണ് ആവശ്യമുള്ളത്? നമ്മൾ പറഞ്ഞു വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 5 minus 0, 5. 9 minus 4 is 5. 55 റുപ്പീസ് കൂടി കൂടുതൽ വേണം. അതെങ്ങനെ നമുക്ക് മനസ്സിലായി കൂടുതൽ വേണമെന്ന്? കാരണം നമ്മുടെ ഐറ്റത്തിന് കൂടുതൽ പൈസയാണ്, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ, നമുക്ക് ഇനിയും പൈസ ആവശ്യമാണ്. സോ 55 റുപ്പീസ് മോർ. ലെറ്റ് us do. ഇനി ഇവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. rupees 18 and rupees 32 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 8 plus 2 is 10. So you have to write 0 here and 1 left over. ഇവിടെ എഴുതണം. 1 plus 1, 2. 2 plus 3 is 5. So rupees 50. ഇവിടെ 7 plus 5. 7 plus 8, 9, 10, 11, 12. 7 plus 5 is 12. അപ്പൊ 2 ഇവിടെ എഴുതണം. ലെഫ്റ്റ് ഓവർ 1 ഇവിടെ എഴുതണം. 1 plus 1, 2. 2 plus 2 is 4. Rupees 42. ഇവിടെ 7 plus 0 is 7. 5 plus 4 is 9. 5 plus 2 is 7. 3 plus 2 is 5. Rupees 57. Jayanth spent rupees 25 on pens and 45 on notebook. How much money did he spend in total? 25 rupees for pen and 40 rupees for notebook. ഇത് ടോട്ടൽ ആഡ് ചെയ്യാം. എത്രയാ കിട്ടുക? 5 plus 0 is 5. 4 plus 2 is 6. So answer is 65 rupees. Meera has 43 rupees with her. Kanika has 14 rupees more than Meera. How much money does Kanika have? Okay. മീരയുടെ കയ്യിൽ എത്ര പൈസയുണ്ട്? റുപ്പീസ് 43. കനികയുടെ കയ്യിലോ? മീരയുടെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതിനേക്കാളും 14 റുപ്പീസ് കൂടുതലാണ്. സോ കനിക equal to rupees 43 plus 14. rupees 14. എങ്ങനെ ആഡ് ചെയ്യാം? ഒന്നുകൂടി ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതാം. 43 plus 14. 3 plus 4 is 7. 4 plus 1 is 5. So, കനികയുടെ കയ്യിൽ 57 rupees ഉണ്ട്. A packet of bread cost rupees 30 and chocolate cost rupees 60. How much money does Vivek need to buy these items? ബ്രെഡിന്റെ വില 30 റുപ്പീസ് ആണ്, ചോക്ലേറ്റിന്റെ വില 60 ആണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കണമെങ്കിൽ എത്ര പൈസയാവും? വളരെ ഈസിയാണ്, ആഡ് ചെയ്താൽ മതി. rupees 60 plus rupees 30. 0 plus 0 is 0. 6 plus 3 is 9. So എത്ര രൂപയാണ് ഉള്ളത്? 90 rupees ആണ് ആവശ്യം. Last question. Ajay has 58 rupees with him. He spent 48 in the market.
ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ് വിത്ത് ഹിം. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അഡീഷൻ അല്ല ചെയ്യേണ്ടത്, സബ്സ്ട്രാക്ഷൻ ആണ് അല്ലേ. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യണം. 58 റുപ്പീസ് ആണ് കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും -48 റുപ്പീസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ ബാക്കിയുള്ള പൈസ കിട്ടും. എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാ? 58 മുകളിൽ എഴുതുക, -48 താഴെ എഴുതാം. 8 minus 8 is 0. 5 minus 4 is 1. 10 rupees. കയ്യിൽ ഇപ്പൊ ബാക്കിയുള്ളത് 10 rupees ആണ്. Have you seen that sometimes we pay using mobile phones? ഇങ്ങനെ നമ്മൾ കയ്യിൽ കറൻസി കൊടുത്ത് അല്ലെങ്കിൽ നോട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കോയിൻസ് കൊടുത്തിട്ടോ അല്ലാതെ ചില സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചും പേ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. എവിടെ നിന്നാണ് ആ പൈസ വരുന്നത്? ആ പൈസ ഓൾറെഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളതാണ്. മൊബൈലും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഇന്റർനെറ്റ് വഴി ലിങ്ക് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ പൈസ അയക്കാൻ പറ്റുന്നത്. ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇതിലുള്ള ഓരോ പ്രോബ്ലവും നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് സ്വന്തമായി തന്നെ ചെയ്ത് നോക്കണം. ഓരോ അഡീഷനും ഓരോ സബ്സ്ട്രാക്ഷനും സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചാപ്റ്ററായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.